പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? എരുമേലി, തിരുവാർപ്പ്, കുട്ടനാട്, അമ്പലപ്പുഴ. ഉത്തരം കുട്ടനാട്. പമ്പയുടെ വരദാനമെന്ന് അറിയപ്പെടുന്നത് കുട്ടനാടാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന പഴ ജ്യൂസ് ഏത്? മാമ്പഴം, ഓറഞ്ച്, മാതളം, മുന്തിരി. ഉത്തരം മാതളം. കുറഞ്ഞ സാന്ദ്രതയുള്ള LDL അല്ലെങ്കിൽ മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതുൾപ്പെടെ ആന്റി ഓക്സിഡന്റുകൾ, ഹൃദയത്തെ സംരക്ഷിക്കുന്ന നിരവധി ഗുണങ്ങൾ തുടങ്ങിയവ ഇതിനുണ്ട്. മുറിവ് ഉണങ്ങാൻ കൂടുതൽ സഹായിക്കുന്ന പഴമേത്? കൈതച്ചക്ക, ആപ്പിൾ, പേരയ്ക്ക, ചക്ക. ഉത്തരം കൈതച്ചക്ക. പൈനാപ്പിളിൽ ബ്രോമലൈൻ എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട്. ബ്രോമലൈൻ ചർമ്മത്തിന്റെ നിർജീവ പാളികൾ നീക്കം ചെയ്യുമെന്നും മുറിവുണങ്ങുന്ന പ്രക്രിയ ആരംഭിക്കാൻ ഓക്സിജൻ ലഭിക്കാൻ സഹായിക്കുമെന്നും ഗവേഷകർ കണ്ടെത്തി. മണിക്കൂറുകളോളം മരിച്ചതായി അഭിനയിക്കാൻ കഴിയുന്ന മൃഗം ഏത്? ഈനാമ്പേച്ചി, ഓപ്പോസം, ഉറുമ്പുതീനി, കോല. ഉത്തരം ഓപ്പോസം. അതിജീവിക്കാൻ ചത്തതായി കളിക്കുന്ന ഏറ്റവും പ്രശസ്തമായ മൃഗങ്ങളിൽ ഒന്നാണ് വിർജീനിയ ഓപ്പോസം. ഈ മൃഗം അപകടത്തിലാകുമ്പോൾ അചഞ്ചലമായ അവസ്ഥയിൽ വീഴുകയും അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയും ചെയ്യും. നെഞ്ചരിച്ചിൽ കുറയ്ക്കാൻ ഏത് വശം ഉറങ്ങുന്നതാണ് നല്ലത്? ഇടത്, വലത്, കമഴ്ന്ന്, മലർന്ന്. ഉത്തരം ഇടത്. ഇടതുവശത്ത് ഉറങ്ങുന്നത് ഗർഭിണികൾക്കും ആസിഡ് റിഫ്ലക്സ് അനുഭവിക്കുന്നവർക്കും ഗുണം ചെയ്യും. അതേസമയം ഹൃദ്രോഗമുള്ള ആളുകൾ വലതുവശത്ത് ഉറങ്ങുന്നത് തിരഞ്ഞെടുക്കാം. പിത്തസഞ്ചി ഇല്ലാത്ത ഒരു മൃഗം ഏത്? നായ, പൂച്ച, കുതിര, കസ്തൂരിമാൻ. ഉത്തരം കുതിര. അവർ കഴിക്കുന്ന ചെറിയ കൊഴുപ്പ് കരൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നു. അതിനാൽ അവർക്ക് പിത്തരസം വലിയ അളവിൽ സംഭരിക്കേണ്ട ആവശ്യമില്ല. വിവാഹിതയായ ഒരു സ്ത്രീക്ക് വീട്ടിൽ നിയമപ്രകാരം എത്ര സ്വർണം സൂക്ഷിക്കാം? 250 ഗ്രാം, 500 ഗ്രാം, 100 ഗ്രാം, 150 ഗ്രാം. ഉത്തരം 500 ഗ്രാം. വിവാഹിതയായ ഒരു സ്ത്രീക്ക് വീട്ടിൽ നിയമപ്രകാരം സൂക്ഷിക്കാവുന്ന സ്വർണം 500 ഗ്രാം ആണ്. ഇതിൽ കൂടുതൽ സൂക്ഷിക്കുന്ന സ്വർണത്തിന് നിയമപരമായ രേഖയും ബില്ലും സൂക്ഷിക്കേണ്ടതാണ്. ഏതിന്റെ ശില്പമാണ് വീട്ടിൽ വെക്കാൻ പാടില്ലാത്തത്? താജ്മഹൽ, ബുദ്ധ, കൃഷ്ണൻ, ലോട്ടസ്. ഉത്തരം താജ്മഹൽ. ആളുകൾ ഇതിനെ സ്നേഹത്തിന്റെ പ്രതീകമായി അംഗീകരിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ ഇത് ഷാജഹാന്റെ ഭാര്യ മുംതാസ് ബീഗത്തിന്റെ ശവകുടീരമാണ്. ഇതുകൊണ്ടാണ് താജ്മഹലിന്റെ പ്രദർശന വസ്തുക്കളോ ചിത്രങ്ങളോ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത്. കേരളത്തിൽ ഏറ്റവും വലിയ കാവടിയെടുപ്പ് നടക്കുന്നത് എവിടെ? കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, ഹരിപ്പാട്, അമ്പലപ്പുഴ. ഉത്തരം ഹരിപ്പാട്. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാവടി ഉത്സവം നടക്കുന്നത്. കൊച്ചിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയം ഏത്? ചുക്രം, ഫനം, പുത്തൻ, അണ. ഉത്തരം പുത്തൻ. കൊച്ചിയിലെ ഏറ്റവും പഴയ നാണയം പുത്തൻ ആയിരുന്നു. ഓരോ നാണയവും ഒരു വെള്ളിക്കഷ്ണം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ.